ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 4th ചാപ്റ്റർ ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന പാഠഭാഗമാണ് നോക്കാം. വൺ ഡേ വൈൽ ഐ വാസ് ഇൻ 5th സ്റ്റാൻഡേർഡ് അറ്റ് രാമേശ്വരം എലിമെൻ്ററി സ്കൂൾ എ ന്യൂ ടീച്ചർ കെയിം ടു അവർ ക്ലാസ്. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയ അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഐ യൂസ് ടു വെയർ എ ക്യാപ്പ് വിച്ച് ഈസ് കോമൺ ടു മുസ്ലിം ബോയ്സ് ഒക്കെ വെക്കുന്ന ഒരു ക്യാപ്പ് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അബ്ദുൽ കലാം ഒരു ക്യാപ്പ് വെച്ചിരുന്നു. മൈ യൂഷ്വൽ സീറ്റ് വാസ് ഇൻ ഫ്രണ്ട് ഓഫ് റോ നെക്സ്റ്റ് ടു രാമാനന്ദ ശാസ്ത്രി. മുൻനിരയിൽ രാമാനന്ദ ശാസ്ത്രിയുടെ തൊട്ടടുത്ത് ഇരിക്കുന്നത് പതിവായിരുന്നു. Who always had a scared and tread on. To new teacher could not stomach to Hindu priest son sitting with a Muslim boy. Being staunch supporter of the social order prevailed then. He asked me to go and sit on the back bench. അപ്പോൾ ടീച്ചർക്ക് ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. തന്നോട് എണീറ്റിട്ട് പിൻനിരയിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഐ ഫെൽറ്റ് വെരി സാഡ്. അപ്പം എനിക്ക് വലിയ ദുഃഖം തോന്നി. ആൻഡ് സോ ഡിഡ് രാമാനന്ദ ശാസ്ത്രിക്കും ദുഃഖം തോന്നി. The image of the weeping when I shifted to the last row felt a lasting impressions in my mind. After school we went home and told our parents about their incident. പിൻനിരയിലെ ഇരിപ്പിടത്തിലേക്ക് ഞാൻ മാറിയപ്പോൾ വിധിപ്പിക്കരിഞ്ഞ രാമാനന്ദ ശാസ്ത്രിയുടെ മുഖം എൻ്റെ മനസ്സിൽ മായാതെ മുദ്രയായിരുന്നുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളെല്ലാവരും മാതാപിതാക്കളോട് ഈ ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണ ശാസ്ത്രി സമൻഡഡ് ദ ടീച്ചർ ഇൻ അവർ പ്രസൻസ്. അപ്പോൾ ലക്ഷ്മണ ശാസ്ത്രി ഇവരുടെ പ്രസൻസിൽ ടീച്ചറോട് പറഞ്ഞു. ടോൾഡ് ദ ടീച്ചർ നോട്ട് ടു സ്പ്രെഡ് ഓൺ ദ പോയ്സൺ ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് കമ്മ്യൂണിക്കൽ ഇൻടോളറൻസ് ഇൻ ദ മൈൻഡ് ഓഫ് ഇന്നസെൻറ്റ് ചിൽഡ്രൻ. ലക്ഷ്മണ ശാസ്ത്രി അധ്യാപകനെ വിളിപ്പിച്ചിട്ട് ഇവരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു കുട്ടികളുടെ മനസ്സിൽ സാമൂഹ്യ അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുത് എന്ന് പറയുകയുണ്ടായി. അപ്പം നോട്ട് ഓൺലി ഡിഡ് ദ ടീച്ചേഴ്സ് റിഗ്രറ്റ് ദ ബിഹേവിയർ ബട്ട് സ്ട്രോങ് സെൻസ് ഓഫ് കൺവെൻഷൻ ദാറ്റ് ലക്ഷ്മണ ശാസ്ത്രി പാസ്ഡ് ഇൻ ടു ദ ഹാഡ് അൾട്ടിമേറ്റ്ലി റിഫോംഡ് ആൻഡ് യങ് ടീച്ചേഴ്സ്. അപ്പം തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ അധ്യാപകന് ഖേദിച്ചു എന്ന് മാത്രമല്ല, ലക്ഷ്മണ ശാസ്ത്രി നൽകിയ ശക്തമായ സന്ദേശത്തിൻ്റെ ചൈതന്യം വഴി അദ്ദേഹം ആത്യന്തികമായി പരിവർത്തനം ഉണ്ടാവുകയും ചെയ്തു അല്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആർ യു ഫെമിലിയർ വിത്ത് ദ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നൗ. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം പരിചയപ്പെട്ടല്ലോ. ഇൻ ദിസ് പ്രസൻസ് ഓഫ് APJ അബ്ദുൽ കലാം ഇൻഡിക്കേറ്റ്സ് ദ എക്സിസ്റ്റഡ് ഓഫ് കണ്ടീഷൻ വേർ certain സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി വേർ ലെഫ്റ്റ് ഔട്ട് വിതൗട്ട് ബീയിങ് ഗിവൺ ഡ്യൂ കൺസിഡറേഷൻ. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഹരണം നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിർന്നു എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഈ അനുഭവം ഓക്കെ. ഇൻജസ്റ്റിസ് റിഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം ദ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി. Denial of opportunity and social discrimination. Certain social groups were excluded willfully on account of their caste, religions or class. അപ്പം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹ്യമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളാണ് അനീതി എന്ന് വിശേഷിക്കപ്പെടുന്നത്. ത്രൂ എലിജിബിൾ ദീസ് ഗ്രൂപ്പ്സ് ആർ ഡിനൈഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻസ്. അപ്പോൾ ഇവരുടെ കഴിവുകളുണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിച്ചിരുന്നു. പിന്നെ ദേ ആർ ഡിനൈഡ് ദ ഓപ്പർച്യൂണിറ്റി നോട്ട് ഈവൻ ടു കൺസിഡർ ദ ഇൻഡിവിജ്വൽ. ദീസ് വേർ സം ഓഫ് ദി പ്രാക്ടീസസ് ഫോളോവ്ഡ് ഫോർ മാർജിനലൈസേഷൻ. ദിസ് ചാപ്റ്റർ ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾസ് ടു ഇവൻറ്റ് ഫൈനലി അച്ചീവ്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ പിന്നെ സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ആർ യു ഫെമിലിയർ വിത്ത് ദ വേർഡ്സ് ഓഫ് മാർജിൻ സൈഡ് ബോർഡർ? ഇൻ ദീസ്
സെൻസ് ആർ ദീസ് വേർഡ്സ് ആർ കോമൺലി യൂസ്ഡ്. അപ്പം എന്താണ് ഈ വേർഡ്സൊക്കെ മാർജിൻ സൈഡൊക്കെ ഈ പദങ്ങൾ നിങ്ങൾക്ക് പരിചയമില്ലേന്ന്, ഏതെല്ലാം അർത്ഥത്തിലാണ് പിന്നെ ഈ വാക്കുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? ഇൻഇക്വാലിറ്റി, അടുത്തത് എക്സ്ക്ലൂഷൻ, അടുത്തത് സെറ്റ് അസൈഡ്, നെഗ്ലക്റ്റ്, ഡിനൽ ഓഫ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇനി മാർജിനലൈസേഷൻ ഈസ് ദ പർപ്പസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ് ഫ്രം ദ പ്ലേസ് വേർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. എന്താണ്? തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനലൈസേഷൻ ഇൻ ദി സൊസൈറ്റി അക്വർ ഫോർ മെനി റീസൺ. അല്ലേ, സമൂഹത്തിൽ മാർജിനലൈസേഷൻ നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലേ, നോക്കൂ, അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഹാവിൻറ്റ് യു ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് വാട്ട് വർ ദ കണ്ടീഷൻ ഡിപ്പീറ്റഡ് ഇൻ പിക്ചേഴ്സ്. അപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന അവസ്ഥകൾ എന്തെല്ലാമാണ്? അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ, അല്ലേ, നാച്ചുറൽ ഡിസാസ്റ്റർ പറയാം നമുക്ക്. പിന്നെ എന്ത് പറയാം? എക്സ്ക്ലൂഷൻ പറയാം, എവിക്ഷൻ, മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്നൊക്കെ പറയാം, അല്ലേ. അപ്പം മാർജിനലൈസേഷൻ ടേക്ക് പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ് caused due to the natural and man-made disaster. Marginalization occur through natural diseases such as flood, earthquake, landslide, sea erosion, etc. Man-made disasters such as water accident and ഇൻഡസ്ട്രിയൽ ഡിസീസസ്. അപ്പം ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്. അപ്പം ദുരന്തങ്ങൾ, ഒരു മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ഉണ്ടാകും, അല്ലേ. എന്നിവയിൽ എന്താണ് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കുന്ന വസ്തുക്കൾ നഷ്ടപ്പെടുന്നതിലൂടെ മാർജിനലൈസേഷൻ ഉണ്ടാകുന്നില്ലേ. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും, യുദ്ധം, അപകടങ്ങൾ, വ്യാവസായിക ശാലകളിലെ ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും നമുക്ക് മാർജിനലൈസേഷൻ സംഭവിക്കാം. ഓക്കെ, marginalization occur through the initial exclusion. Marginalization occur through the intentional exclusion of the people based on their caste, religion, tribes, gender, status. Denial of opportunity for education is the example. അപ്പം ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചില മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴിയും എന്താണ് മാർജിനലൈസേഷൻ സംഭവിക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ അതർ കേസസ് ഓഫ് മാർജിനലൈസേഷൻ ആൻഡ് ഓർഗനൈസ് ദ ഡിസ്കഷൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിനലൈസേഷൻ. എന്താണ് കാരണങ്ങൾ കണ്ടെത്തി വിവിധ മാർജിനലൈസേഷനെ കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഡിസ്കഷൻ പോയിന്റ് എന്താണ്? എക്സ്ക്ലൂഷൻ, നാച്ചുറൽ ഡിസാസ്റ്റർ, എവിക്ഷൻ, man-made disaster. ഇനി who face the marginalization in the society? ആരൊക്കെയാണ് സമൂഹത്തിൽ മാർജിനലൈസേഷൻ നേരിടുന്നത്? Many groups are marginalized and discriminated in society. This include women, transgenders, Dalit, tribals, minorities, poverty-stricken peoples, refugees, differently abled persons, prisoners, etc. അപ്പം സമൂഹത്തിൽ മാർജിനലൈസേഷൻ നേരിടുന്നത് വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്, അല്ലേ. അപ്പോൾ സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിതർ, പിന്നെ ഗോത്രവർഗ്ഗക്കാർ, ന്യൂനപക്ഷക്കാർ, ദാരിദ്ര്യം നേരിടുന്നവൾ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ വിമോചിതരൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ് വാസ് ലോങ് ഹിസ്റ്ററി ഓഫ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് മാർജിനലൈസേഷൻ. അപ്പോൾ ഇതിൽ ഓരോ വിഭാഗത്തിനും മാർജിനലൈസേഷൻ്റെ പോരാട്ടത്തിൻ്റെ വലിയ ചരിത്രമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് UP സ്കൂൾ, ഊരൂട്ടമ്പലം, ഇന്നൗ, അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ ഒക്കെ നോക്കാം നമുക്കത് എന്താണ്. തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗവൺമെൻറ് UP സ്കൂൾ ഷാൾ ഹെൻസ് ഫോർത്ത് ഓഫ് നോൺ ആസ് അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂൾ. അയ്യങ്കാളി സ്റ്റാർട്ടഡ് ദ സ്ട്രൈക്ക് ചേഞ്ച് ഈസ് ഊരൂട്ടമ്പലം ഗവൺമെൻറ് UPS. എന്താണ്? തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂള് ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. എന്താണ്? കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെൻറ് UP
എന്താണ് സ്കൂളിൽ എന്താണ് ചരിത്രം മാറ്റിമറിച്ച ഒരു സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചു അല്ലേ. കുടിപ്പള്ളി നോക്കാം. വിച്ച് വാസ് ദ കുടിപ്പള്ളിക്കൂടം എ ദലിത് ഗേൾ നെയ്മഡ് പഞ്ചമി വാസ് നോട്ട് അലൗഡ് ടു സ്റ്റഡി ദ സ്കൂൾ. അപ്പോൾ എന്താണ്, ദളിത് ബാലികയായി സ്കൂളിൽ പഠിക്കാൻ, പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിച്ചില്ല. അവ എന്ത് ചെയ്തു, ഹിയറിംഗ് ദിസ് അയ്യങ്കാളി came to the school holding the Panjami's hand and made her sit in the school, and feudals respond to his sitting fire to the school. The remains of including the half burned bench can still be in the school museum. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് എന്താണ്, ദളിത് പെൺകുട്ടിയായ പഞ്ചമിയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു, അയ്യങ്കാളി അവളുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ എന്ത് ചെയ്തു, സ്കൂളിൽ തീവെച്ചു. പകുതി കത്തി നശിച്ച ബെഞ്ചുകൾ ഉൾപ്പെടെ അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഹാവ് യു റീഡ് ദ എബവ് ന്യൂസ്. അപ്പം മുകളിലത്തെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഹിസ്റ്റോറിക്കലി എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് were denied to the so-called lower caste by those who considered themselves as the upper class. Mahatma Ayyangkali worked to provide equal educational opportunity to deprived of the basic facilities. അപ്പോൾ dignity, equality and freedom. Such discrimination based on the caste is a serious violation of the human rights. Many great people to worked for the upliftment of the marginalized people strongly advocated education as the tools of defined caste discrimination. Sri Narayana Guru, who preached the message of enlightenment through the education along other Renaissance leaders of opposed marginalization. By popularizing modern education, the social reformers like കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പ സ്വാമികൾ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ എക്സെട്ര ആർ സം എക്സാമ്പിൾ. എന്താ പറയണതെന്ന് വെച്ചാൽ എന്താണ്, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള മാർജിനലൈസേഷൻ മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരം നമ്മൾ കണ്ടു അല്ലേ, നമ്മൾ മേലെ വായിച്ചു. അപ്പം ദളിത് വിഭാഗങ്ങൾക്ക് എന്താ പറയുക വെച്ചാൽ നോക്കട്ടെ ഒരു മിനിറ്റ്. ലളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും ഒന്നും ഒരു അവകാശമില്ലായിരുന്നു. അപ്പോൾ എന്താണ് അവരെന്ത് ചെയ്തു, അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട വ്യവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ ഈ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടതെന്നായിരുന്നു മാർജിനലൈസേഷൻ്റെ ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല വ്യക്തികളുടെയും നിലപാട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസ പ്രചാരം നൽകി അല്ലേ. മാർജിനലൈസേഷൻ്റെ എതിർത്തവരാണ് ഇവരൊക്കെ അല്ലേ. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാനും, പണ്ഡിറ്റ് KP കറുപ്പനൊക്കെ, ദാക്ഷായണി വേലായുധനൊക്കെ ഈ പ്രവർത്തനങ്ങൾക്ക് അതിനുദാഹരണങ്ങളാണ് അല്ലേ. അവരൊക്കെ നടത്തിയ സംഭാവനകളൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. അപ്പോൾ അവിടെ ചിത്രത്തിൽ ഓരോരുത്തരുടെ പേരുകൾ തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹന്നാൻ, പിന്നെ പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. ജ്യോതിറാവ് ഫുലെ 1890.
1827-1890. However, Dalit is the term used to describe a community subject to caste and religious exploitation. എന്താണ് ജാതിമത ചൂഷണത്തിന് വിധേയരായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. അപ്പം the term was used to Jyoti Rao Phule, who initiated the social challenge during his times അല്ലേ. അപ്പം ഇതിന് ഈ സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവ് ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പം ഓക്കെ, ഫുലെ എക്സ്റ്റാബ്ലിഷ്ഡ് ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വുമൻസ് ആൻഡ് ദളിത്. അപ്പോൾ എന്താണ്, ഇവർക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ, ദളിതർ, ഇവർക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. ഓക്കെ, ഇനി സാവിത്രി ഫുലെ പറഞ്ഞൊക്കെയാണെങ്കിൽ 1897. ഓക്കെ, 1897. She was the headmistress of the India's first school for girls in Pune. അല്ലേ, പെൺകുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു ആര്? സാവിത്രിബായ് ഫുലെ. ഓക്കെ, a night school was established for farmers and workers. അല്ലേ, വർക്കേഴ്സിനും ഫാമേഴ്സിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നൈറ്റ് സ്കൂൾ സ്ഥാപിച്ചു. പിന്നെ പൂനെ യൂണിവേഴ്സിറ്റി വാസ് റീനെയിംഡ് എ സാവിത്രിബായ് ഫുലെ Pune University in the recognition of a great contribution in the field of education. അല്ലേ, അപ്പോൾ എന്താണ്, ഇവരുടെ സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റി സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് നെയിം കൊടുത്തു. അല്ലേ, റീനെയിം കൊടുത്തു. ഇനി അടുത്തത് നോക്കാം. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ എന്താണ് നായ്ക്കർ 1879-1973. അപ്പോൾ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ആൻഡ് വാസ് വൺ ഓഫ് ദി ലീഡിംഗ് ആൻറ്റി കാസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. സ്വാഭിമാന അല്ലേ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമരനായകരിൽ ഒരാളുമായിരുന്നു ഇദ്ദേഹം. എന്താണ്, ബീയിങ് എ സോഷ്യൽ റിഫോമർ, ഹി സ്റ്റുഡ് അഗെയിൻസ്റ്റ് എ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ദ ബ്രാഹ്മിൻ ഡൊമിനൻസ് ഓഫ് പെരിയാർ. ഓൾസോ ബി എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി വുമൻസ് എഡ്യൂക്കേഷൻസ്. അപ്പം എന്താണ്, സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ആര്? പെരിയാർ. ഓക്കെ, ഇനി ട്രൈബൽസ് വെർ ദ അതർ ഗ്രൂപ്പ് ഹു ഫേസ്ഡ് സോഷ്യൽ മാർജിനലൈസേഷൻ ലൈക്ക് ദളിത്. അല്ലേ, ദളിതരെ പോലെ തന്നെ സാമൂഹ്യമായ എന്താണ് മാർജിനലൈസേഷൻ നേരിടേണ്ടി വന്നൊരു മറ്റൊരു വിഭാഗമാണ് ഗോത്ര ജനത. അപ്പോൾ ട്രൈബൽ പീപ്പിൾ ആർ ദോസ് ഹു ലീവ് ടുഗദർ ഇൻ സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ഹു ക്രിയേറ്റ് ദെയർ ഓൺ നോളജ് ആൻഡ് ലീവ്സ് ബൈ അപ്ലൈയിങ് ദം സിൻസ് ടൈം ഇമ്മമോറിയൽസ്. അപ്പോൾ എന്താണ്, പ്രാദേശിക ഭൂമി ശാസ്ത്ര മേഖലയിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്ര ജനത സ്വന്തമായ അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നു. അപ്പം ദേ ഫോളോ ദെയർ ഓൺ വേ ഓഫ് ലൈഫ്. അല്ലേ, അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഓക്കെ, ആർട്സ് ആൻഡ് കൾച്ചറൽ വാല്യൂസ്. ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ട്രൈബൽസ് പീപ്പിൾസ് ആർ മോർ വൈഡ്ലി ആക്സെപ്റ്റഡ് നൗ ദൻ എവർ ബിഫോർ. People who had supreme command over the resources of their natural habits gradually lost his control and were subsequently marginalized. അപ്പം എന്താണ്, അവർ എന്ത് ചെയ്തു? അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. അല്ലെ, ഗോത്ര ജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളിൽ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. അല്ലേ, വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർവാധികാരം അല്ലേ ഉണ്ടായിരുന്ന ഗോത്ര ജനതയ്ക്ക് ആ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം മാർജിനലൈസ്ഡായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.